വിശുദ്ധാത്മാക്കളുടെ യാഥാർത്ഥ്യമാണ്. അവർ മരിച്ചുപോയി മറഞ്ഞുപോയി എന്ന കാരണത്താൽ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചാൽ മുശ്രിക്കാവും കാഫിറാകും എന്ന വാദം നിരർത്ഥകമാണ്. എന്തുകൊണ്ട്? മലക്കുകൾ നമുക്ക് ഉപകാരം ചെയ്യുന്നില്ലേ? ബദറിൽ മലക്കുകൾ ഇറങ്ങുമെന്ന് പറയാൻ ഖുർആൻ പറഞ്ഞതല്ലേ? നമ്മൾ കാണുന്നില്ലല്ലോ. കിട്ടുന്നില്ലേ? മലക്കുകളെ കൊണ്ട് ഉപകാരമില്ലേ? എങ്ങനെയാണോ മലക്കിനെയും മരിച്ചുപോയ ആളുകളെയും താരതമ്യം ചെയ്യാം? മലക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റും? രണ്ടുപേരും ഒരുപോലെയാണോ? അള്ളാഹുവിന്റെ സൈന്യമാണ് മലായിക. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അള്ളാഹു കൽപ്പിച്ചത് ധിക്കരിക്കാതെ അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അള്ളാഹു കൽപ്പിച്ചത് അതുപോലെ പ്രവർത്തിക്കുന്നവർ. സുബ്ഹാനഹു ബൽ ഇബാദും മുക്രമൂൻ. മാന്യന്മാരായ അള്ളാഹുവിന്റെ അടിമകൾ എപ്പോഴും ഒരു ഇടവേളയുമില്ലാതെ, ഒരു മടിയോ ഒരു അലസതയോ ഒരു പ്രയാസമോ ക്ഷീണമോ ഇല്ലാതെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മലായിക. ആ മലക്കുകളെയും മനുഷ്യരെയും എങ്ങനെയാണ് താരതമ്യം ചെയ്യാൻ സാധിക്കുക? നോക്കൂ, മലക്കുകളെ അള്ളാഹു റബ്ബുൽ ആലമീൻ റൂഹ പിടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ റൂഹ പിടിക്കുന്ന മലക്കുകളുണ്ട്. മനുഷ്യർക്കാർക്കെങ്കിലും മനുഷ്യന് റൂഹ പിടിക്കാൻ പറ്റും? എങ്ങനെയാണ് ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പറയുക? ശരി, മലക്കുകൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അവരെ പിന്തുണക്കും, അവരെ സഹായിക്കും. എന്നാൽ ഇതെല്ലാം പഠിപ്പിച്ച ഇതൊക്കെ ഖുർആനിലും സുന്നത്തിലും വന്നതാണ്. എവിടെയെങ്കിലും ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്തിൽ ഈ ഫൈസിക്കോ അല്ലെങ്കിൽ അയാളെ പോലുള്ളവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, മലക്കുകളെ വിളിച്ച് സഹായം തേടാൻ ഒരു ആയത്ത്? ഈ ശ്രേഷ്ഠതൊക്കെ പഠിപ്പിച്ചത്, മലക്കുകളുടെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലെങ്കിലും നിങ്ങൾ മലായിക്കത്തിനെ വിളിച്ചോളൂ, അവരോട് ഞങ്ങൾക്ക് റഹ്മത്ത് തരണേ, പാപം പൊറുക്കണേ, സഹായിക്കണേ, ഇവർ തേടുന്നത് പോലെ ഞങ്ങളെ കൈ പിടിക്കണേ എന്നിങ്ങനെ അവരോട് ഇസ്തിഗാഥ നടത്താൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനോട് മാത്രം തേടാനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ പിതൃ സഹോദരന്റെ മകന് പ്രായപൂർത്തിയായിട്ട് അടുത്ത് പ്രായമുള്ള ആ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. മുസ്ലിയാരെ, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് പരലോകമുണ്ട് എന്ന ബോധമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട അള്ളാഹിനോട് മാത്രം തേടാനാണ്. അല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത്. വിശുദ്ധാത്മാക്കളുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്ന് പറയാനുണ്ട്. അവരോട് അങ്ങോട്ട് വിളിച്ചു തേടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടാത്തത്? അതാണ് നിങ്ങൾ ചെയ്യുന്നത്. മലായിക്കത്തിന്റെ ഇങ്ങോട്ടുള്ള അവരെ കൊണ്ടുള്ള ഉപകാരം പറഞ്ഞ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങോട്ട് മരിച്ചവരെ വിളിച്ചു തേടുക എന്ന കാര്യമാണ്. മലായിക്കത്തിന് ഇക്കണ്ട ശ്രേഷ്ഠതകളൊക്കെ ഉള്ള മലായിക്കത്തിനോട് അങ്ങോട്ട് വിളിച്ചു തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പിന്നാണ് മരിച്ചുപോയ ആളുകൾ, മരണപ്പെട്ട ആളുകൾ, ശിർക്കിലേക്കാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ നബിമാരെ മുഴുവൻ അള്ളാഹു നിയോഗിച്ചത് ഇതിനെതിരിലാണ്. അള്ളാഹുവിന്റെ കിതാബുകൾ മുഴുവൻ അള്ളാഹു അവതരിപ്പിച്ചത് ഈ ശിർക്കിനെതിരിലാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം തന്നെ ഈ ശിർക്കിനെതിരിലാണ്.